എല്ലാവർക്കും നമസ്കാരം. ദേശീയ ചിഹ്നങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദേശീയ മുദ്രയെക്കുറിച്ചാണ്. PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. വെയിൽ വ്ളോഗ്സിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര രൂപപ്പെടുത്തിയിരിക്കുന്നത്. 1950 ജനുവരി 26-നാണ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് മുദ്ര സ്വീകരിച്ചത്. മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യമാണ്, സത്യമേവ ജയതേ. ഇതിൻ്റെ അർത്ഥം സത്യം വിജയിക്കുന്നു എന്നാണ്. ദേവനാഗരി ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അഥർവവേദത്തിൻ്റെ ഭാഗമായ മുണ്ടകോപനിഷത്തിൽ നിന്നാണ് ഈ വാക്യം എടുത്തിരിക്കുന്നത്. BC 250 സ്ഥാപിക്കപ്പെട്ടു. ഉത്തർപ്രദേശിലെ ചുനാർ മധുര മേഖലയിലുള്ള മഞ്ഞ മണൽക്കല്ലിൽ ഇത് കൊത്തിയെടുത്തിരിക്കുന്നത്. 4 ഏഷ്യാറ്റിക് സിംഹങ്ങൾ ഒരു സിലിണ്ടർ ബേസിൽ 4 അശോക ചക്രങ്ങൾക്ക് മുകളിലായിട്ട് പിന്നിലേക്ക് ചേർന്നിരിക്കുന്നു. എന്നാൽ ദേശീയ മുദ്രയിൽ 3 സിംഹങ്ങളെയും ഒരു അശോക ചക്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഈ സിലിണ്ടർ ബേസിലുള്ള അശോക ചക്രങ്ങൾക്കിടയിൽ 4 മൃഗങ്ങളുണ്ട്. ഇത് 4 ദിക്കുകളെയാണ് സൂചിപ്പിക്കുന്നത്. കിഴക്ക് ആന, തെക്ക് കാള, പടിഞ്ഞാറ് കുതിച്ചു കയറുന്ന കുതിര, വടക്ക് സിംഹം. ദ്വിമാന രൂപത്തിൽ നമുക്ക് ഇടതുവശത്ത് കുതിച്ചു കയറുന്ന കുതിരയും വലതുവശത്ത് കാളയെയും മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥ അശോക സ്തംഭം തലതിരിഞ്ഞ താമര അബാക്കസിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ദേശീയ മുദ്രയിൽ ദ്വിമാന രൂപത്തിൽ ഈ താമരയ്ക്ക് പകരമായിട്ട് സത്യമേവ ജയതേ എന്ന് ദേവനാഗരി ലിപിയിൽ കൊത്തിവെച്ചിരിക്കുന്നു. സ്തംഭത്തിലുള്ള മൃഗങ്ങളുടെ പ്രത്യേകത: മുകളിലുള്ള 4 സിംഹങ്ങൾ ധൈര്യം, ശക്തി, അഭിമാനം, ആത്മവിശ്വാസം എന്നിവയെ സൂചിപ്പിക്കുന്നു. അശോക ചക്രം ഒരു ദിവസത്തെ 24 മണിക്കൂറിനെയും, താഴെയുള്ള സിംഹം ധൈര്യത്തെയും, ആന ശക്തിയെയും, കുതിര വിശ്വസ്തതയെയും, കാള കഠിനാധ്വാനത്തെയും സൂചിപ്പിക്കുന്നു. അശോക സ്തംഭം കണ്ടെടുത്തത് 1905 മാർച്ചിൽ 3 ഭാഗങ്ങളായിട്ട് ജർമ്മൻകാരനായ ഫ്രീഡറിക് ഓസ്കർ ഓർട്ടൽ എന്നാണ്. സൂക്ഷിച്ചിരിക്കുന്നത് സാരാനാഥിലെ മ്യൂസിയത്തിലാണ്. ദേശീയ മുദ്ര ഇന്ത്യൻ ഭരണഘടനയിൽ വരച്ചു ചേർത്തത് ദീനാനാഥ് ഭാർഗവയാണ്. ഈ ജോലി അദ്ദേഹത്തെ ഏൽപ്പിച്ചത് നന്ദലാൽ ബോസാണ്. സ്വതന്ത്ര ഇന്ത്യ പുറത്തിറക്കിയ 2ാമത്തെ തപാൽ സ്റ്റാമ്പ് അശോക സ്തംഭത്തിൻ്റെ ദേശീയ മുദ്രയുടെ ഉപയോഗം ഔദ്യോഗിക ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ദേശീയ സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക മുദ്രയാണിത്. ഇന്ത്യൻ കറൻസിയിൽ, ഇന്ത്യൻ പാസ്പോർട്ടിലേക്ക് ഉപയോഗിക്കുന്നു. ഇന്ത്യൻ മുദ്രയുടെ ഉപയോഗങ്ങൾ നിയന്ത്രിക്കുന്നത് സ്റ്റേറ്റ് എംബ്ലം ഓഫ് ഇന്ത്യ ആക്ട് 2005 നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വേറൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്